മാളയിൽ തൃശൂരിലേക്ക് പുറപ്പെടാനിരുന്ന കെ.എസ്.ആർ.ടി.സി പ്രിയദർശിനി ബസിന്റെ പിൻചക്രത്തിലെ നട്ടുകൾ ഇളകിയ നിലയിൽ കണ്ടെത്തി. നാട്ടുകാരുടെ സമയോചിത ഇടപെടലിനെ തുടർന്ന് ബസ് സർവീസിൽ നിന്ന് പിൻവലിച്ചതോടെ വൻ അപകടമാണ് ഒഴിവായത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് തൃശൂരിലേക്ക് സർവീസ് നടത്താൻ തയ്യാറായി നിൽക്കുകയായിരുന്ന കെ.എസ്.ആർ.ടി.സി പ്രിയദർശിനി ബസിന്റെ പിൻചക്രത്തിലെ എല്ലാ നട്ടുകളും ഇളകിക്കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ഇവർ വിവരം ഡ്രൈവറെ അറിയിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ തകരാർ സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് ബസ് സർവീസിൽ നിന്ന് പിൻവലിക്കുകയും മാള ഡിപ്പോയിൽ നിന്ന് പകരം മറ്റൊരു ബസ് സർവീസ് നടത്തുകയും ചെയ്തു. രാവിലെ തൃശൂരിൽ സർവീസ് നടത്തി തിരിച്ചെത്തിയ ഇതേ ബസ്സിലാണ് തകരാർ കണ്ടെത്തിയത്. നാട്ടുകാർ സമയോചിതമായി ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ യാത്രാമധ്യേ വലിയ അപകടം സംഭവിക്കാനിടയുണ്ടായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് സമഗ്രമായി അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് മാള മണ്ഡലം പ്രസിഡന്റ് ജിയോ കൊടിയൻ ആവശ്യപ്പെട്ടു. മാള പ്രൈവറ്റ് സ്റ്റാൻഡിൽ വെച്ചിട്ട് പ്രിയദർശിനിയുടെ ബസ് എല്ലാ നെട്ടും അഴിഞ്ഞ രീതിയിൽ നാട്ടുകാർ കണ്ടത് ഞങ്ങൾക്ക് വളരെ അധികം സംശയമുണ്ട്. കാരണം ഇതൊരു അട്ടിമറിയാണെന്നൊരു സംശയമുണ്ട്. എന്തായാലും അതിലൊരു അന്വേഷണം വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ആരെങ്കിലും മനഃപൂർവ്വം നട്ടുകൾ ഇളക്കിയതാണോ എന്നതുൾപ്പെടെയുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വാഹനത്തിന്റെ പരിപാലനത്തിലും യാത്രയ്ക്ക് മുമ്പുള്ള സുരക്ഷാ പരിശോധനയിലും കെ.എസ്.ആർ.ടി.സിയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായതായി നാട്ടുകാർ ആരോപിച്ചു. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സമഗ്ര അന്വേഷണം നടത്തി ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. മീഡിയ ടൈം, മാള.